രാജു പി നായർ, ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റിയെക്കുറിച്ചൊക്കെ ശ്രീമതി TP സിന്ധുമോൾ ഇവിടെ സംസാരിക്കുന്നത് താങ്കൾ കേട്ടല്ലോ. ഇന്ന് കെജ്രിവാൾ കോടതിയിൽ ഉയർത്തിയ ശബ്ദം തന്നെയും ആ പാർട്ടിയെയും ഇല്ലാതാക്കാൻ, ഡൽഹിയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ BJP നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനകൾ സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ്. ഈ കെജ്രിവാളിൻ്റെ ശബ്ദത്തിൻ്റെ രാഷ്ട്രീയ മൂല്യം എന്താണ്? കാരണം ഈ കേസിൽ, അതായത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആദ്യം പരാതി ഉന്നയിച്ചതും പരാതിപ്പെട്ടതും കോൺഗ്രസ് ആണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ശബ്ദവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇരട്ടത്താപ്പല്ലേ എന്ന് ഒറ്റയടിക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. കെജ്രിവാളിന്റെ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയ മൂല്യം എന്താണ്? കോൺഗ്രസ് എങ്ങനെയാണ് പ്രതിപക്ഷത്തിരുന്ന് അതിനെ തിരിച്ചറിയുന്നത്? ഗോപികൃഷ്ണൻ, ആദ്യമായിട്ട് BJPയുടെ പ്രതിനിധികൾ പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ കുറിച്ച് പറയുന്നതിൽ തന്നെ ഒരു മൊറാലിറ്റിയുടെ പ്രശ്നമുണ്ട്. പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം അതിന്റെ ഏതെങ്കിലും 7 അയലത്തൂടി പോകണം. ഈ പണ്ട് പറഞ്ഞാൽ ഈ മഴ പെയ്യുമ്പോഴെങ്കിലും സ്കൂളിന്റെ വരാന്തയിൽ കയറി നിൽക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ മൊറാലിറ്റിയുടെ അടുത്തേക്ക് എത്താനുള്ള എന്തെങ്കിലും ശ്രമം വേണം. 70 അയലത്തൂടെ പോകുന്നത്, 7 അല്ല. ഒരു മിനിറ്റ് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിക്കാതിരുന്നല്ലോ. ഞാൻ പറയുകയല്ലേ, അപ്പൊ അത് കേൾക്കാനുള്ള മാന്യത. അതാണ് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഭാഗം. അതാണ് ശ്രീമതി സിന്ധുമോൾ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് ഇതുകൂടി വരും. എതിർപക്ഷത്തൊരാൾ സംസാരിക്കുമ്പോൾ നേരത്തെ ഞാൻ കേട്ടിരുന്ന പോലെ കേട്ടിരിക്കുക എന്നുള്ളതും കൂടി മൊറാലിറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയണമെങ്കിൽ ഒരു മൊറാലിറ്റി വേണം. അതുപോലും ഇല്ലാത്തവരാണ് നിങ്ങൾ. ഒരു പക്ഷേ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതിന് ശേഷം ഈ ഇവിടെ എല്ലാം ഗാന്ധിജി അനുസ്മരണം നടത്തുന്ന കുറുക്കന്മാരെ പോലെ തോന്നിപ്പിക്കുന്ന നിങ്ങളുടെ ചില പരിപാടികളുണ്ടല്ലോ, അതുപോലെ ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ കുറിച്ചും നിങ്ങളുടെ ഭാഷ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. ഗോപികൃഷ്ണൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ അതിൽ വിവേചനത്തോടുകൂടി ഞാൻ ഇടപെടില്ല. ശ്രീ രാജു പി നായർ സംസാരിച്ച ശേഷം താങ്കൾക്ക് സമയം തരാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം പറയട്ടെ. ശ്രീ രാജു പി നായർ, താങ്കളുടെ സമയമാണ്, താങ്കൾക്ക് സംസാരിക്കാം. ശ്രീമതി സിന്ധുമോൾ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞ നാക്കുവെച്ച് അത് വിഴുങ്ങ അകത്തേക്ക് ഇടുന്നതിന് മുമ്പ് അത് ഘടകവിരുദ്ധമായിട്ട് പെരുമാറല്ലേ? നിങ്ങൾ പൊളിറ്റിക്കൽ മൊറാലിറ്റി കാണിക്കൂ. മൊറാലിറ്റി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഒന്ന്, ഗോപികൃഷ്ണൻ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. എന്താണ് ഇവിടെ ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഒറ്റ വിഷയത്തെ മാത്രമായിട്ട്, അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വിഷയത്തിലേക്ക് മാത്രം ഇതിനെ ചുരുക്കി കാണുക ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ്, 1 മാസത്തിന് മുമ്പ് ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. 2 മുഖ്യമന്ത്രിമാരെ. ജാർഖണ്ഡിലെ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് യാതൊരു തടസ്സവും ആരും പറയുന്നില്ല. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിലേക്ക് നിൽക്കുമ്പോൾ ഈ നടത്തുന്ന ശ്രമം അത് ഏകപക്ഷീയമാണ്. ഏറ്റവും ആദ്യത്തെ പ്രശ്നം കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ BJP ഇതര മുഖ്യമന്ത്രിമാരുടെയും നേതാക്കന്മാരുടെ മേത്തേക്ക് മാത്രം ഓടിക്കയറുന്ന ഒരു എക്സ്റ്റോഷൻ ഡയറക്ടറേറ്റ് ആണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു പ്രഫുൽ പട്ടേലിനെ കുറിച്ച്. അദ്ദേഹത്തിന് ഇന്ന് CBI ക്ലീൻ ചിറ്റ് കൊടുത്തു. നല്ല കാര്യം. പ്രഫുൽ പട്ടേൽ ഞങ്ങളുടെ കൂടെ നിന്നപ്പോൾ അഴിമതി കാണിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പ്രഫുൽ പട്ടേലിന് CBI ക്ലീൻ ചിറ്റ് കൊടുത്തത് നല്ല കാര്യം. പക്ഷെ എപ്പോഴാണ് കൊടുക്കുന്നത്? ഇനി അത് മാത്രമാണോ? ഹേമന്ത് സോറന്റെ ഹിമാന്ത ബിശ്വ ശർമ്മയുടെ കാര്യം പറഞ്ഞു, മുകുൾ റോയുടെ കാര്യമുണ്ട്, അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരുടെ അജിത് പവാറിന്റെ അഴിമതി കേസുണ്ട്. എന്തേ നിങ്ങൾക്കാർക്കും ഇത് അന്വേഷിക്കണ്ടേ? ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എങ്ങനെ ഒരു വശത്തേക്ക് മാത്രമാവുന്നത്? BJPയിലേക്ക് വന്ന BJPയുടെ നേതാക്കന്മാർക്കെതിരെ അഴിമതി അന്വേഷണം എങ്ങനെയാ സ്വിച്ചിട്ട പോലെ നിൽക്കുന്നത്? ഈ ജനാധിപത്യ വിരുദ്ധമായ നടപടി ഇത് വളരെ പ്രകടമാണ്. ഒരു ഭരണം അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് പ്രകടമാണ്. ആ പ്രകടമായ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം US ഉൾപ്പെടെ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തുന്നതാണ്. നരേന്ദ്രമോദി എപ്പോഴും പറഞ്ഞത് US-ന്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്നല്ലേ. US-ന്റെ കാല് വെക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു പാർട്ടിയും പ്രധാനമന്ത്രിയുമാണ്. അവിടെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് റെഡ് കാർപ്പറ്റിൽ എന്നെ സ്വീകരിക്കാൻ വന്നു എന്ന് വലിയ വായിൽ പറയുന്നവരല്ലേ. എന്തേ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കുറിച്ച് US ഒരു പ്രസ്താവന നടത്തിയിട്ട് നിങ്ങൾക്ക് എന്താ ഈ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ നാണം കെടുന്നു എന്നുള്ള ബോധ്യമില്ലേ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിന്ധുമോള് അല്പമെങ്കിലും നിങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ മൊറാലിറ്റി
അതുണ്ടെങ്കിൽ അടുത്ത അങ്ങയുടെ ഘട്ടത്തിൽ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മാപ്പ് പറയണം. പ്രഫുൽ പട്ടേലിന് CBI ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2014 മുമ്പ് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയണം. 2G കേസിൽ അത് ട്രയൽ ജഡ്ജ് പറഞ്ഞു, ഞാൻ 7 വർഷം ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഈ കോടതിയുടെ വാതിൽ തുറന്നിട്ടിരുന്നു. ആരെങ്കിലും ഒരാൾ ഞങ്ങൾക്കൊരു വിശ്വസിക്കാവുന്ന തെളിവ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. ഒരു തെളിവും ഉണ്ടായില്ല. അതുകൊണ്ട് ആ കേസ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ജഡ്ജിയാ. നരേന്ദ്രമോദി 2014 മുമ്പ് എന്താ പറഞ്ഞത്? ഞാൻ സംസാരിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് എഴുതി തുടങ്ങിയാൽ 2,75,000 കോടിയുടെ അവസാനത്തെ പൂജ്യം 10 ജന്മത്തിൽ പോയി നിൽക്കും. അല്പമെങ്കിലും പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്നതുണ്ടെങ്കിൽ നരേന്ദ്രമോദി മാപ്പ് പറയണ്ടേ? തന്റെ അന്വേഷണ ഏജൻസി ക്ലോസ് ചെയ്തു കേസ്. കോൾ സ്കാം എന്തായിരുന്നു? കോൾ സ്കാം ഈ നരേന്ദ്രമോദിയുടെ CBI ക്ലോസ് ചെയ്തു. എന്തായിരുന്നു? 3,75,000 കോടി രൂപ അല്ലേ? ഇനി ആ കോൾ സ്കാമിൽ പ്രതിയായിരുന്ന നവീൻ ജിണ്ടാൽ, ആ നവീൻ ജിണ്ടാൽ ബി ജെ പിയിലെത്തി. സിന്ധു മാഡം ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞ വാക്ക് അങ്ങാണല്ലോ ഉപയോഗിച്ചത്. ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഘട്ടത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന്, അതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? പൊളിറ്റിക്കൽ മൊറാലിറ്റി നിങ്ങൾക്കുണ്ടോ? അതില്ലല്ലോ. അപ്പൊ അതില്ലാത്തവർ പറയണ്ട. ഇതിന്റെ ഒന്നും ലക്ഷ്യം മറ്റൊന്നുമല്ല ഗോപികൃഷ്ണൻ. നമ്മൾ ഇന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചർച്ച നടക്കുമ്പോൾ യഥാർത്ഥ അഴിമതി മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയാണ്. യഥാർത്ഥ അഴിമതി എന്താ? ഇലക്ട്രൽ ബോണ്ടായിരുന്നു യഥാർത്ഥ അഴിമതി. സിന്ധുമോളിന്റെ നേതാവ് നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകരൻ പറഞ്ഞിരിക്കുകയാണ്, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സിന്ധുമോൾ അല്പം പൊളിറ്റിക്കൽ മൊറാലിറ്റി ഒക്കെ ആയിക്കൂടെ? സ്വന്തം നേതാവിന്റെ വീട്ടിലുള്ള ഒരു അംഗം തന്നെയാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അല്പം പൊളിറ്റിക്കൽ മൊറാലിറ്റി തോന്നുന്നുണ്ടോ സിന്ധു മാഡം? അപ്പൊ ആ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യരുത് എന്നുള്ള അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ കൊല ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ ജനാധിപത്യമാണ്. ഈ ലോകത്തിന് മുൻപിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരുന്നു എന്ന് പ്രശംസിക്കപ്പെട്ട അഭിമാനബോധത്തോടു കൂടിയിരുന്ന ഞാനും ഗോപികൃഷ്ണനെല്ലാം ഇന്ന് ലോകത്തിന് മുൻപിൽ തല താഴ്ത്തി നിൽക്കേണ്ട സാഹചര്യമാണ്. ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടക്കുന്നു. അതുകൊണ്ട് അഴിമതി അല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതെയാക്കാൻ കഴിയുമെന്നാണ്. അഴിമതി ആയിരുന്നു പ്രശ്നമെങ്കിൽ അജിത് പവാറിനെതിരെ നടപടിയെടുക്കണമായിരുന്നു, ദിഗംബർ കമത്തിനെതിരെ നടപടിയെടുക്കണമായിരുന്നു, ഹിമാന്ത വിശ്വ ശർമ്മയ്ക്കെതിരെ നടപടിയെടുക്കണമായിരുന്നു, അദാനിക്കെതിരെ നടപടിയെടുക്കണമായിരുന്നു. 20 ലക്ഷം കോടി ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മേഖലയിൽ നിക്ഷേപിച്ചില്ലേ? ആരാണെന്ന് പോലും അറിയില്ല. ചൈനീസ് കമ്പനിയാ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ. ആരാണെന്ന് പോലും അറിയില്ല. ഷെൽ കമ്പനിയുടെ പണം വന്നു. ഒരു അന്വേഷണം നടത്താൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? അപ്പൊ അഴിമതി അല്ല ഇവരുടെ പ്രശ്നം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയായിട്ട് ഇലക്ട്രൽ ബോണ്ട്, അതിനെ തുടർന്ന് ഉയർന്നു വന്നിരിക്കുന്ന PM കെയർ ഫണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള ആരോപണം, ഈ ആരോപണങ്ങളിൽ നിന്നെല്ലാം ഈ ചർച്ചകളെ വ്യതിചലിപ്പിച്ചു വിടാൻ വേണ്ടി എടുത്തിരിക്കുന്ന നടപടിയാണ്. അതിന് ഈ രാജ്യം നൽകുന്ന വില അതിന്റെ ജനാധിപത്യ സ്വഭാവമാണ്.